തൃശ്ശൂരിൽ നിന്ന് ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഈ സമയം ഡാനി, ആ തെരഞ്ഞെടുപ്പിന്റെ ഉത്സവവേദിയാണ് തൃശ്ശൂർ. അതിശക്തമായിട്ടുള്ള മത്സരം അത് വീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ദേശീയ ശ്രദ്ധ ഉൾപ്പെടെയുള്ള ഒരു മണ്ഡലം. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് പൂരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചോ? അവിടുത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിലെ സജ്ജീകരണങ്ങൾ? എൽദോ, മോക്ക് പോളിംഗിനടക്കം തുടക്കമായിരിക്കുന്നു. 1281ഓളം ബൂത്തുകൾ ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ ഒന്നാകെ. ഇതിൽ 29 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകൾ എന്ന രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള മുഴുവൻ നിരീക്ഷണം, അതോടൊപ്പം തന്നെ വെബ്കാസ്റ്റിംഗ്, മൈക്രോ ഒബ്സർവർ, ഈ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആകെ 14 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഇതിൽ നിലവിൽ കടുത്ത പോരാട്ടം നടക്കുന്ന, കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് തൃശ്ശൂർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം BJP വളരെ ശക്തിയോടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മത്സരത്തിന് ഇറങ്ങുന്നു. മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണത്തിന് നടക്കുന്നു. പ്രധാനമന്ത്രി അടക്കം ഇവിടേക്ക് പലവട്ടം എത്തി. അങ്ങനെ പലതുകൊണ്ടും പ്രചാരണ രംഗത്ത് ശ്രദ്ധ നേടിയ ഒരിടം തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരൻ വളരെ അപ്രതീക്ഷിതമായി ഇവിടേക്ക് സ്ഥാനാർത്ഥി മാറ്റത്തിലൂടെ വടകരയിൽ നിന്ന് ഇവിടേക്ക് എത്തുകയായിരുന്നു. ഒപ്പം VA സുനിൽകുമാർ, മുൻ മന്ത്രിയാണ് അദ്ദേഹം, അവിടെ CPIക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു, LDFന് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഒപ്പം BJPക്ക് NDAക്ക് വേണ്ടി സുരേഷ് ഗോപി വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് 28% വോട്ടിംഗ് ഷെയർ അദ്ദേഹം BJPയുടെ ഇവിടെ ഉയർത്തുകയുണ്ടായി, NDAയുടെ വോട്ടിംഗ് ഷെയർ ഉയർത്തുകയുണ്ട്. ഇത് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത്. ഒപ്പം വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം മണ്ഡലത്തിൽ പിന്നീടുള്ള കാലമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു അനുകൂലമായ ഫാക്ടറുകൾ ഉണ്ടാക്കുമെന്നാണ് BJP പൊതുവിൽ വിലയിരുത്തുന്നത്. BJP സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ അടിയൊഴുക്കുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗതി നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 17 തവണ അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രത്തിൽ 10 തവണയോളം ഇടതിന് ഒപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സമുദായവും അതോടൊപ്പം തന്നെ പിന്നോക്ക സമുദായങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം തന്നെ വളരെ ശക്തി നിർണ്ണയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് തൃശ്ശൂരിലേക്ക്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയും ഈ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞു പോയ 1.5 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൽ മണ്ഡലത്തിലെമ്പാടും നിറഞ്ഞു നിന്നുകൊണ്ടെല്ലാം സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ രീതിയിലെ പ്രചാരണങ്ങളിലേക്ക് വന്നിരുന്നു. ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്നപ്പോൾ പരാമർശിക്കപ്പെട്ടു പോയ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായുള്ള വിഷയം ഈ ഭൂമികയിൽ തന്നെയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റു വിഷയങ്ങൾ അടക്കം പ്രചാരണ രംഗത്തേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ പൂരം വിവാദം, പൂരത്തിലെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ ചൊല്ലി വലിയ വിവാദങ്ങളിലേക്ക് അടക്കം വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. വോട്ട് കൂടുതലായിട്ട് ചേർത്തത് വ്യാജമായി ചേർത്തു എന്നത് അടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവസാന മണിക്കൂർ വന്നത് പണം നൽകി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ളൊരു പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മണ്ഡലത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്, മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നിരീക്ഷണ സംവിധാനം അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള 5000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഈ തൃശ്ശൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിലേക്ക് വരുന്നു. തൃശ്ശൂർ ഇവിടെ ആര് അക്കൗണ്ട് തുറന്നാലും അത് ഇക്കുറി ചരിത്രം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ദിശാസൂചികയായി തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മാറുമെന്ന രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇതിനോട് തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രാഥമികമായ ഇപ്പോൾ പോളിംഗ് ആരംഭിക്കാനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ബൂത്തുകളിൽ സജ്ജമാക്കുകയാണ്. സ്ഥാനാർത്ഥികൾ, പ്രമുഖരെല്ലാവരും തന്നെയും രാവിലെ തന്നെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ, UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇവിടെ വോട്ടില്ല. അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിലാണ് വോട്ടുള്ളത്. അവിടെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തും, സജീവമാകും പിന്നീട്. അപ്പോൾ എല്ലാവരും തന്നെയും കളമൊരുങ്ങിയിരിക്കുന്നു. വൈകാതെ തന്നെ മോക്ക് പോളിംഗിനെല്ലാം തന്നെ ശേഷം പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. പോളിംഗ് ബൂത്തുകൾ സജ്ജമാവുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. തൃശ്ശൂരിലെ വിവരങ്ങളാണ് ഡാനി ഇപ്പോൾ പങ്കുവച്ചത്. നമുക്ക് കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവുകയാണ്. VV അരുണിലേക്ക് ഒരിക്കൽ കൂടി. കാരണം തൃശ്ശൂർ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ശ്രദ്ധ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം. അരുൺ, ഈ തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ അത് ഏറ്റവും ഒടുവിൽ അത് മാറി മറഞ്ഞു എന്നൊക്കെ മുന്നണികൾ അവകാശപ്പെടുമ്പോൾ പോലും ഈ തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുചിത്രം എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത്?
എൽദോ, തിരുവനന്തപുരം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും UDF അവർ ജയിക്കാൻ പോകുന്ന ആദ്യ മണ്ഡലങ്ങളിലൊന്നായി. അത് സാധാരണ ജനങ്ങളിൽ പോലും ഒരുപക്ഷെ ഇവിടെ ഒരു മത്സരം ജയിച്ച മണ്ഡലമാണ്. കടുത്ത വെല്ലുവിളി O രാജഗോപാലിന് ഏൽക്കേണ്ടി വന്ന 2014 പോലും വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് BJP വന്നിട്ട് പോലും വന്ന് 15,000-ഓളം വോട്ടുകൾക്ക് ശശി തരൂർ ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ശശി തരൂരിനെ പരാജയപ്പെടുത്തുന്ന പ്രചരണമൊക്കെ BJP-ക്ക് വലിയ രീതിയിൽ ഉണ്ടായി. പക്ഷേ 1,00,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ തരൂർ ജയിച്ചു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു പോരാട്ട വീര്യമൊന്നും ആരും ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ഇടതുമുന്നണി അവർക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുന്ന CPI എത്താൻ ഏറ്റവും ശക്തനായ ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ അവതരിപ്പിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറേശ്ശെ മാറുമെന്ന ഒരു പ്രതീതി ഉണ്ടായി. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ എന്ന IT സഹമന്ത്രി BJP നേതാവ് കേരളത്തിലേക്ക് വരുമ്പോൾ, കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരമൊരു ശക്തമായ പോരാട്ടം BJP-ക്കാർ പോലും പ്രതീക്ഷിച്ചില്ല എന്നാണ് വസ്തുത. പക്ഷേ വളരെ കൃത്യമായ ആസൂത്രിതമായ ചിട്ടയോടുകൂടിയുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രം പിടിച്ചുകൊണ്ട് ആദ്യം അദ്ദേഹം ചെയ്തത് ശശി തരൂരിന്റെ പരമ്പരാഗത ഈ കഴിഞ്ഞ 3 വോട്ടുകൾ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് ബാങ്ക് അവിടേക്ക് കടന്നു കയറാനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രമം. അത് വളരെ ഫലപ്രദമായി BJP ഉപയോഗിച്ചു. അതിൽ അവർ വലിയ മുൻകൈ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ തന്നെ ശശി തരൂർ എന്ന വളരെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയാം അവിടേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ വന്നത്. സ്വാഭാവികമായും അവിടെ മുതൽ മത്സരം മറ്റു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ്. ആദ്യം ശശി തരൂരാണ് ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ്. LDF കാണാനില്ല, എന്തിനു പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നു, വിജയിക്കുമെന്ന് പറയാൻ പന്ന്യൻ എങ്ങനെ തോന്നി തുടങ്ങിയ പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങളുമായി ശശി തരൂർ രംഗപ്രവേശം ചെയ്തു. അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി മാറുന്നത്. അത് വലിയ ക്ഷീണമായി ഇടതുമുന്നണി ഏറ്റെടുത്തു. അത് ആ രീതിയിൽ പന്ന്യനെ പോലൊരു നേതാവിനെ അവഹേളിച്ചതിനെതിരെ വലിയ വികാരം ഇടതു പ്രവർത്തകരുണ്ടായി. അവിടെ നിന്ന് കുറച്ചുകൂടി ശക്തമായ ആദ്യഘട്ടം മുതൽ പ്രചരണത്തിലെ മേൽക്ക് ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതോടുകൂടി കുറച്ചുകൂടി ശക്തമായ പ്രചരണത്തിലേക്ക് അവർ നീങ്ങി. മറ്റൊരു ലക്ഷ്യം കൂടി തരൂരിന്റെ ആ പ്രസ്താവനകൾക്കുണ്ടായിരുന്നു. കാരണം BJP രണ്ടാം സ്ഥാനത്ത് തൊട്ടുപിന്നിൽ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP സ്ഥാനാർത്ഥി ജയിക്കുമെങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ആ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു തരൂരിന്റെ നീക്കം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇടതുമുന്നണിയും BJP-യും കരുക്കൾ നീക്കി. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് ഇവിടെ പോരാട്ടം LDF-ഉം BJP-യും തമ്മിലാണ്, ശശി തരൂരിനെ കാണാനില്ല. ഇന്നലെ രാവിലെ നമ്മോട് സംസാരിക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ ആരോപിച്ചത് ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വോട്ട് വിഹിതം, വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ചയുണ്ടാകും. അദ്ദേഹം